സഹായം വാനം ഭൂമി അഖിലം പാടും യഹോവയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം പാടും യഹോവയിൽ
ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ ആശ്വാസമേ എനിക്ക് തിങ്ങിയിടുന്നു. നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവയൻ പാലകൻ താൻ ഇല്ലെനിക്ക് ഖേദമൊട്ടും. യഹോവയൻ പാലകൻ താൻ ഇല്ലെനിക്ക് ഖേദമൊട്ടും. ശത്രുഭീതി നീക്കിയെന്നെ മാത്രത്തോറും കാത്തിടുന്നു. ശത്രുഭീതി നീക്കിയെന്നെ മാത്രത്തോറും കാത്തിടുന്നു. നീതിയിൻ പാതകളിൽ നിത്യവും നടത്തിയിടുന്നു. നീതിയിൻ പാതകളിൽ നിത്യവും ശോഭിതപൂരത്തിൻ വാതിൽ എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു. ശോഭിതപൂരത്തിൻ വാതിൽ എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു. വാണിടുന്ന സ്വർഗ്ഗസിയോൻ വാനസേനാ ഗാനം പാടി. വാണിടുന്ന സ്വർഗ്ഗസിയോൻ ധ്യാനിച്ചിടും നേരമെന്റെ മാനസം മോദിച്ചിടുന്നു. ധ്യാനിച്ചിടും നേരമെന്റെ മാനസം മോദിച്ചിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ചേർന്നിടും ഞാൻ ഭാഗ്യദേശേ. ഹല്ലേലൂയ ഹല്ലേലൂയ ചേർന്നിടും ഞാൻ ഭാഗ്യദേശേ. ഹല്ലേലൂയ പാടി സർവകാലവും ഞാൻ വാണിടുവാൻ
സഹായം വാനം ഭൂമി അഖിലം പാടും എൻ സഹായം വാനം ഭൂമി അഖിലം പാടും ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട് ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട് നിത്യവീടുന്നുണ്ട് വീടെത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. യാത്ര ചെയ്യും യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസക്കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിടുമൻ രക്ഷകൻ സന്നിധം ആനന്ദക്കൂട്ടരെ കാണുന്നല്ലോ. ആമോദത്താൽ തിങ്ങി ആശ്ചര്യമോടവർ ചുറ്റും നിന്ന് സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരുമുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു. തൻ കൈകളാൽ കണ്ണുനീരെല്ലാം താതൻ താൻ എന്നേക്കുമായി തുടച്ചീതല്ലോ. പൊൻവീണകൾ ധരിച്ചാമോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ. കുഞ്ഞാടിൻ്റെ രക്തം തന്നിൽ തങ്ങൾ നൽകി നന്നായി വെളുപ്പിച്ച കൂട്ടരിവർ.
പൂർണ്ണ വിശുദ്ധരായി തീർന്നവരേശുവിൻ തങ്ക രുധിരത്തിൻ ശക്തിയാലേ തങ്ക കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ നന്നീലയങ്കി ധരിച്ചോരിവർ കയ്യിൽ കുരുത്തോല ഏറ്റിട്ടവർ സ്തുതി പാടിയിട്ടാനന്ദമോ പ്രാർത്ഥിടുന്നു. ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ചങ് ആനന്ദിപ്പാൻ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധം ചേർന്നാൽ മതി. കർത്താവേ വിശ്വാസപ്പോരിൽ തോൽക്കാതന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയാനും നിൻ മുൻപിൽ കാണേണമേ. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു. യഹോവേ, വ്യാജമുള്ള ആദരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. വഞ്ചനയുള്ള നാവേ, നിനക്കെന്ത് വരും? നിനക്കിനി എന്ത് കിട്ടും? വീരൻ്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും പൂവത്തിൽ കനലും തന്നെ. ഞാൻ മേശയ്ക്കൽ പ്രവാസം ചെയ്യുന്നതുകൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നതുകൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം. സമാധാന ദ്വേഷിയോടുകൂടെ പാർക്കുന്നത് എനിക്ക് മതിമതിയായി. ഞാൻ സമാധാനപ്രിയനാകുന്നു. ഞാൻ സംസാരിക്കുമ്പോഴോ അവർ കലശൽ തുടങ്ങുന്നു. പാറയ്ക്കുമോ സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. അതിൻ ഭാഗ്യമോർക്കും തോറുമേനി കാശയേറുന്നേ. അതിൻ ഭാഗ്യമോർക്കും തോറുമേനി കാശയേറുന്നേ. പാപലോകത്തിൽ കിടന്നു പാടുപേടുന്ന എനിക്കെപ്പോഴെൻ്റെ മോക്ഷവീട്ടിൽ ചെന്നു ചേർന്നിടാം. എനിക്കെപ്പോഴെൻ്റെ മോക്ഷവീട്ടിൽ ചെന്നു ചേർന്നിടാം. മുൻപേ പോയിടുന്നു ഭാഗ്യമുള്ളവർ. മണ്ണിൽ ഉള്ള കഷ്ടതകൾ നീ
തൃപ്തരായവർ. ലോകസംബന്ധ ഭവനം വിട്ടുപോയെന്നാൽ മോക്ഷേ കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ. മോക്ഷേ കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ. രണ്ടിനാൽ ഞരങ്ങി ഞാനും വാഞ്ചിച്ചിടുന്നു ആത്മാവീണ്ടെടുപ്പാൻ പുത്രസന്തോഷത്തിൽ എത്തുവാൻ. വീണ്ടെടുപ്പാം പുത്രസന്തോഷത്തിൽ എത്തുവാൻ. ഇങ്ങു പേടും പാടുകൾക്കാശ്വാസം പ്രാപിപ്പാൻ എൻ്റെ മംഗലമോക്ഷപുരത്തിൽ എപ്പോഴെത്തും ഞാൻ. എൻ്റെ മംഗലമോക്ഷപുരത്തിൽ എപ്പോഴെത്തും ഞാൻ. പ്രാവിനെ പോൽ രണ്ടു ചീറകുണ്ടെന്നാകിൽ ഞാൻ ശീഘ്രം എത്തും പറന്നെൻ്റെ മാണ് വാളൻ സന്നിധൗ. ശീഘ്രം എത്തും പറന്നെൻ്റെ മാണ് വാളൻ സന്നിധൗ. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. അതിൻ ഭാഗ്യമോർക്കും തോറുമേനി കാശയേറുന്നേ. അതിൻ ഭാഗ്യമോർക്കും തോറുമേനി കാശയേറുന്നേ. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. പുരുഷപുത്രന്മാരെ തിരികെ വരുവിനെന്ന് അരുളിച്ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്തിൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു.
നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. നിൻ ക്രൂശ് ഞാൻ വഹിക്കുന്നാലും എൻ ഗീതം എന്നുമേ നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ദാസൻ യാക്കോബിക്കും കാലത്തിൽ വൻകാട്ടിൻ കല്ലിന്മേൽ ഉറങ്ങുകിൽ എൻ സ്വപ്നത്തിലുമേ നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. നീ എന്നെ നടത്തും പാതയെല്ലാം പിന്നെത്തും നീ
എൻ തുன்பത്താലുമേ നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേർന്നിടും. ആകാശമാർഗമാ മഹോന്നതേ പറന്നു പോകിലും സന്തോഷമേ എൻ ഗീതം എന്നുമേ നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേർന്നിടും. Good morning. We had to start the service. Now the time is about 43. We had to finish everything by 10:45 so that the 7 police will be escorting us to the cemetery. So we had to finish everything by that time. We have our Joe Achan, Thomas Matthew Achan, and we have our A.B. Paulus Achan, the vicar of St. John's Orangeburg Pally. Achan is going to talk to us for 1 minute, and then Jason is going to talk for a few, and then after that we'll start the service sharp before 10. Thank you. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ രാജു അച്ഛൻ, ജോയി അച്ഛൻ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നാൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ പിതാവ് നമ്മിൽ നിന്ന് വേർപെട്ട് ദൈവസന്നിധിയിലേക്ക് യാത്രയാകുമ്പോൾ നമുക്ക് പ്രത്യേകമായ ദുഃഖമുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് നാളിതുവരെ നമ്മെ വഴി നടത്തിയ, നമ്മളെ ഇത്രത്തോളം വളർത്തിയ ഈ പിതാവിൻ്റെ നല്ല ജീവിതത്തെ ധ്യാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സന്തോഷം നമ്മുടെ ഈ ദുഃഖത്തെ മറികടക്കുന്നതിന് നമ്മെ പ്രാപ്തനാക്കുന്നതാണ്. അതുകൊണ്ട് ആ നല്ല ജീവിതത്തെ ധ്യാനിപ്പാൻ, നമ്മെ നല്ല രീതിയിൽ വഴി നടത്തുവാൻ, ദൈവത്തെ നമുക്ക് നൽകുവാൻ നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ ഈ പിതാവ് നൽകിയ ആ നല്ല അധ്വാനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഈ പിതാവിനെ നമുക്ക് ഇവിടെ നിന്ന് യാത്രയാക്കാം. ഇവിടെ നിന്ന് യാത്രയാക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിലുടനീളം ഈ പ്രിയദാസൻ നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. ഓറഞ്ചുബർഗ് സെൻറ്റ് ജോൺസ് ഇടവകയുടെ 2-3 ഫാമിലി, മനേഷ്, അതോടൊപ്പം സിൻസി, ഇവരൊക്കെ ഈ പിതാവിൻ്റെ ആയിട്ട് വളരെ അടുത്ത ബന്ധമുള്ള കുടുംബമാണ്. പ്രത്യേകിച്ച് തെങ്ങുംപള്ളിൽ കുടുംബത്തിന് സെൻറ്റ് ജോൺസ് ഇടവകയുടെ
അതോടൊപ്പം മർത്തോറിയം വനിതാ സമാജം നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഡയോസിസിലെ മുഴുവൻ സമാജാംഗങ്ങളുടെയും പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും ഈ സമയം നിങ്ങളെ അറിയിച്ചെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you, Achan. Jason is going to talk to us for a minute and we'll start the service. Thank you. Today would have been my father's 77th birthday. We were talking, thank you, just days before, and we said, doesn't matter on COVID, we're going to have a get together for your birthday. This is not the get-together we wanted, but this is life. Good fathers, there are a lot of things, I believe. Good fathers are strong, patient, kind, generous, loving, we hope. Good fathers, I also believe, are also teachers, teaching their children. I want to share to you some lessons from my father. Whoever was here last night, I told a few stories, and which is more for me and my brother to help us think about our father. I'm going to give you a Thangamballi family secret. Ready? We just keep repeating the same stories again and again and again anyway. So you're going to hear that again. I want to share with you 4 lessons from my father, and then that's it. Lesson number 1. It's never too late. It is never too late. It's never too late. It is true. It's never too late to change. It's never too late to improve yourself. It's never too late to rewrite your own life story. I said yesterday my father was a tough man. Especially during his younger days, he really was very tough. As we say in New York, he didn't take no mess. 2 examples, which I remember very clearly. I told you this, some of you, yesterday. When we were little, we lived in the Bronx. When I was, in those days, tough area. Not the nicest place. And we didn't have a lot of local grocery stores, so we would go to the bodegas, but, you need groceries. So we would go a little far, blocks and blocks and blocks to get all the stuff. And in those days, the subways were, that's the worst place you wanted to be. So you didn't go in the subway. You walked everything. And you would take those small, hand carts to the grocery store. And my father and I, one day we went, I was little, maybe I was, 4, something like that. And we brought it back, and we got all the groceries in front of the building. And he said, you sit there. Okay, Daddy. I sat on the stoop. He's unlocking the big door to get inside. And then all of a sudden, this guy comes. Boom. He steals our cart, and he's a young guy. He runs with it so fast. And I'm little. I didn't understand exactly what's happening. But I knew something bad. And I said, Daddy, he's taking our food. And my father, I'll never forget,
said, Daddy, he's taking our food. And my father, I've really never seen anybody so fast. I'm telling you. Like Usain Bolt took off after this guy. I didn't understand what was happening. In 2 minutes, he came back with the cart with the groceries. And I really remember looking at my father. I didn't know what was happening, but I said, I want to be like that. I want to be just like my dad. Another one, this is probably my favorite story. Then we left the Bronx. We moved to Rockland County. We moved here to Valley Cottage. And I said yesterday, when a guy, he's raised in India, grew up, then to the Bronx, comes to the suburb for the first time, what's the first thing that he does? Buys a lawnmower, right? He buys a Craftsman lawnmower with the sharp, sharp edges, had no idea what to do, how to use it, anything. So he starts mowing the lawn one afternoon. And all of a sudden, we were inside, the mower stops. So of course he thought, probably stuck with grass, puts his hands inside, guys, puts his hands in to declump it, takes out all the grass. Anybody know what he forgot to do? Turn off the mower. He has his hand in the mower, and the mower starts. That's right. No screaming, no freaking out, nothing. Rings on the doorbell, comes in, we see his finger. It's hanging just by a thread off the bone, blood everywhere. He didn't say it. He looked calm, peaceful. Just said one thing, Mommy, get me a Band-Aid. Next thing, surgery, a lot of stitches, no fuss, no muss. I think he maybe only missed 1 or 2 days of work. Never liked missing work. But that was my father. He was tough. But he knew it was never too late to change. As he got older, he softened. He became more tender. He was a tender-hearted man. He was actually a very sweet guy. It's funny, when we were growing up, a lot of our childhood friends, they would say, oh, your dad, Matango, he's tough, man. I'm not coming there. I'm scared of your dad. And I would say, what? Just think of him like those Lind chocolate candies, you know? Kind of hard and crunchy on the outside, but mushy on the inside. He really was. My father is he's the youngest son, youngest child in a family of 4. His eldest sister predeceased him many, many decades ago, but he survived by my aunt and uncle who are older than him. When he was 4, when my father was 4 years old, his father died. And like I said, his siblings were much older than him. And they took off, you know, they went to their own life. And my father actually sent to live with his relatives. So he lost his father, didn't really grow up with his mother. He told us a story when we were young, but I didn't really think about it until I myself became an adult, and think about it more when I myself became a father. And I thought, how does a man who really didn't know what it was like to be a father or have a father's love, how did he become such a good, loving father? I do think about that a lot. You know, in the culture we grew up in, and really all culture, American culture, doesn't matter what culture, we have a idea, right? What's the man supposed to be? He's supposed to be tough and stern and reserved and this and that. And my father, he was all of those things. But he was also very soft, and he was very tender. When we were kids, he used to always love to cuddle with us. Always wanted to kiss. Always wanted to hug. Which, you know, when you're a kid, just stop doing that, right? But he, I think, taught me something, which is, parents, spend the time with your kids, cuddle with your kids, because there's going to come a time when you raise them that, you know, they want to grow up and they don't want to be around. So take advantage of that. I'm glad I had that with him, even when I was small. He also went to many extraordinary lengths just to make us happy. My mother used to have a saying, remember? Never tell Daddy when you like something. I think you guys know that too. Right? Why? Because if you told him that you like something, he would buy you 100 of it. I remember when we were kids, we said, I don't know, some passing, we like root beer.
That's non-alcoholic. We like root beer, and before you know it, we had cases of root beer in the house. Still there, probably. That's how he was. If you said you needed something, he would give you everything. If you said you needed help with one thing in your house, he would say, what else needs to be fixed? He really would give you the sun and moon and stars, as my mother used to say. One of our first Christmas in the Bronx, Jacob was a baby. I remember, we really didn't understand the concept of Christmas. And this was when it was tough out there. One time he came home with a huge Christmas tree, presents, tricycle. We have those pictures on your fridge of this. And even as a kid, I remember, Daddy, we used to go on the subway. How did you even get all this stuff home? But that's what he would do. And he really would do it just to see the smile on our face. That's all he wanted, the happiness in his family, which is a blessing. He lived for moments, sweet moments like that. As he got older, became grandfather, and the tenderness took different form. He shared it more freely. He shared his love, and he shared his most precious resource. Our most precious resource is what? Anybody? Time. Our time, right? And he shared that with his friends and his family and his loved ones all over the world. I mean, he had really, I only come to find out this past week the extent of it. I mean, I have people calling me from literally every corner of the globe. That's not because of me. That's because of him. India, Middle East, Ireland, Germany, Australia, people everywhere knew him. Honestly, I would not be surprised if this is being live streamed to Antarctica right now. And that happened in the service of his giving nature and his tenderness. And I said it yesterday, I'll say it again and again and again and again, so that his grandchildren know. Nowhere did I see the tenderness more than with his grandsons, with Luke and especially with Daniel. Remember, tenderness is not weakness, it is strength. Show tenderness and love and compassion anywhere and everywhere you can. That's what I learned from my father. You see, he was able to change over time, right? From tough, and he could be demanding. I can say it now. He could be tough and demanding, just like us. But he became tender and soft and sweet and forgiving as the age came. That's a lesson from my father. Lesson number 2, dignity. Again, I said this. I promise. I said 4 lessons. The last 2 will be new. No, repeat. But this one is a repeat. Lesson number 2, dignity. If you knew my father, even for a few minutes, even the way he lays here today, so many people said, I think Achin said yesterday, he looks like he's smiling. That's how he died. I was by his side. We were by his side, thank God, when he passed away. And he was really peaceful, looked like he was smiling. And he was proud. He was proud of who he was, and he carried himself with great dignity. As I said, my father was a military man. He served for well over 10 years in the Indian Army. He was proud, very proud. He was proud of his country. He was proud of his service to his country. He was a leader of men in the army. He traveled all over India and learned so many different things, and later traveled over the world too. He was blessed even before my mother passed away. He fought in a war. And his proudest moment, 1975, he was stationed at the base of Mount Everest, and him and few friends, I think on a dare, climbed to 26,000 feet of Mount Everest. So that's just shy of all the way to the top. No training, no nothing. Who knows even what equipment they had there at the time. And he was very, very, very proud of this, and rightfully so. In the Army, he learned the electrical trade, which he brought with him to America. And he really knew mechanics very well. And I think even Achin mentioned yesterday, he was a very handy man. And when he came to New York, he joined the Metropolitan Transit Association, which is the MTA. Again, I think the live stream people who are not from New York already know. Those are the people that take care of the trains and buses and all in our city. And he was very proud of his MTA service. He would wear the MTA hat and MTA t-shirts and MTA, whatever MTA gear, merch that he had, he would wear it everywhere he went. And he did that for over 25 years. One of my proudest moments as an adult was in 2008 when we got to go to his retirement party, and we got to see a different side of him, and he
let loose a little bit, and we saw him with his friends, and that was a proud moment. He was very proud of his service. Even up until last year, he would go and get his MTA pass renewed so that he could travel all over the city. With COVID, that changed. That's how proud he was of what he did. Maybe most importantly, my father was very proud of being a Christian. We grew up in the church. That's not an accident. We grew up in the church. That's not because we did it. It's because they did it. And my mother gone before him. St. Mary's in the Bronx, St. Peter and St. Paul, we said yesterday, used to be in Spark Hill, and then St. Mary's for the last 20 plus years here. He was very proud of that. Proud of his church, proud of his family. I know my father's last wishes because he told me his last wishes, and this was it. He wanted to be in his church. On his passing, he wanted the priest by his side. He had all of those things, and that's with dignity. My father was a faithful husband, faithful father, faithful grandfather. He loved us deeply. He said it. He showed it, especially towards his grandsons. What's the lesson here? Be proud. Be proud of who you are and what you do in this world, and carry yourself with dignity. That's what I learned from my father. The last lesson that he taught me was even within the span of dying. We were at his bedside, and he was still teaching me lessons. I think about this a lot. I think about death and dying, not in a morbid way, hopefully, a lot since my mother passed away many years ago. Of course, we hear all the cliches, right, which are, yeah, death comes to us all, death is inevitable, yada, yada, yada. It's true, and it's okay, but the truth is, ready? The truth is, death is what? Violent. Death is unpredictable. Death is unfair. Think about this. And this is a public service announcement. Maybe some politicians, I hope, are watching YouTube. They can listen to this. In this country, most people die where? Do they die in their bedside, comfortable, peacefully? Unfortunately not. In other countries, they call them third world countries. I don't think so. They, I think, do a better way of honoring and dignifying death than this country. I hate to say it, but I'll say it. And I'm a doctor. I work in hospitals, okay? So I will say it. In this country, we die, right? My doctor friends, we die in ventilators and hospitals. There's tubes, there's machines, there's people you don't know. And it's sad. And I'm glad he and my mother both were able to die with us by their side. That's a blessing, even in COVID. That is a blessing. But we need to think about this. How is it that we die in this country? How is it that we die in this world? And a lesson for all of us, myself included. If you're parents, please tell your children what your wishes are. Don't wait. We know, all the Achan said it yesterday, very nicely, right? Death comes to us all. No one will be spared. So plan for it. Don't have to obsess over it, but think about it. Plan for it. Tell your children what your wishes are for your dying day. Not every detail, but let us know so that when the time comes, we can execute those wishes to honor you and dignify you. I promise we'll do it. You got to tell us. I wondered about that, even as my own father died. Dignity. What? Where's the dignity in death? I asked as he was dying. But down to the last moment, he was in an ICU, on a ventilator, tube down his throat. But he looked peaceful, and most of all, he looked exactly the way he always does, just like this. Hair perfectly combed, nothing out of place. And I really had no idea how that's possible. And I said this yesterday. We were looking through some of his suits to figure out, how we were going to dress him for the final ride. And we found in every left pocket, every single jacket, every single suit, we found what? Small comb. So I know he took such good care of himself. I guess that's the secret. So what's the lesson here? Fight hard. Fight hard to maintain your dignity, even at the bitter end. Fight hard. That's the only way we make this world better, is to have some dignity. That's a lesson from my father. Last two. I promise these are new. You'll like them. Lesson number 3. Live a little bit. Laugh.
Don't take yourself too seriously. You see, it's very easy to be serious. Well, I'm serious too. My father was serious, but my father was actually very lighthearted. He was very, very funny. Most people didn't know that. His MTA buddies didn't know that. A lot of people called me this week and said, you know something, a lot of people don't know. Your father was a funny guy. And he was so funny. What made it more funny is because everybody thought he was a serious guy. So he was like the straight man in a comedy. So when he makes a joke, it's all that much more funny. One of his friends told me, one of his union leaders called me the other day, and he said, you know, we used to be working on the trains, and we would sit there, and everybody's serious and doing everything, and your father's very quiet, very stern, doing his thing, and all of a sudden he would crack a joke. And it would be the funniest thing. Why? Because the joke was funny, but because the delivery was so good. He was funny. When my father, well, you see it now, but he's aged, and it doesn't look the same. But when he was young, he used to have a signature mustache. Right? Just a perfect mustache. And my mother, God rest her soul, she used to love that mustache. But she never had the guts to say it because she didn't want to have anything to hold over. So my father, he thought it was the funniest thing. Every few months, he would clean shave his face and come out like, ah! And it wasn't that funny. It really wasn't. But he thought it was the funniest joke in the world. And we all, that was the only time in our family, all four of us would cry because it was so funny. Just his delivery was so good. And he did it just to see the smile on our faces. And he could regrow it by night's end anyway. But that's a different story. He loved a good practical joke. He just loved a good joke. Some of them, he actually liked off-color jokes, but I won't tell any here. He was a little bit of a daredevil. He joined the army on a dare. Another time, him and a few army buddies, I said they posed shirtless, actually right before they climbed up to the second final rung on Everest. He once slept in a cemetery on a dare that they said you couldn't do. That's right, you didn't know that one. Don't take yourself too seriously. Laugh and make fun of yourself. Be funny. That's the joy of life. That's the lesson from my father. Last one. Lesson 4. Look for the helpers. Growing up, I think this was actually before Jay, you were born. My parents, mommy and daddy, they used to have a favorite few American TV shows in the 70s. They used to love, my father used to love, the TV show MASH. My mother used to love that show too. I'm not even sure what they understood from MASH, but they loved it. I think it reminded my father of the army. It reminded my mother of nursing school. They loved Chips, mostly because my mother loved Eric Estrada, and they loved Mr. Rogers. And I think my parents enjoyed watching Fred Rogers even more than I did as a child. And if you remember, Mr. Rogers had a very powerful saying. When there are times of trouble, including times like this, do one thing. Anybody remember what it was? I just said it. Look for the helpers. Right? When times are tough, you look for the people in your life. You look for the people around that will help you. And for me, it's very easy to know who the helpers are and who the non-helpers are because my father taught me, which brings me to the thank yous. This last week, there's been many, many, many helpers in our family's life. Most of them you are here. Thank you. Especially our Achan and the clergymen, all the clergy that were here. My father would have been proud. Thank you. And we thank you dearly, our St. Mary's church family. You are the best. And everyone who helped, especially Sergeant Uncle, really, you have been a blessing and a good shoulder for me this week. To Jerry and the folks from the Higgins Funeral Home, you really handle everything with great dignity. To our brother and brothers and sisters from the MTA, my father, he would have been thrilled that you were here to salute him goodbye. And many of our dear friends from the hospital, from Rockland Psychiatric Center and Columbia, who are here to wish us well, we thank you. The Department of Nursing and our different clinics, Orangeburg and Middletown, and so on.
To all of our loved ones, many of whom knew our father personally and couldn't be here due to COVID, we understand and we feel your heartfelt presence there. To our families, to our wives, to our children, our boys, our in-laws, all of our extended family, our cousins, all of you who are here, and all our family outside of New York and Florida, UK, Germany, Middle East, Australia, of course, back home in India. We miss you, and our father and mother loved you so. These past few days, my family has seen tremendous outpouring of support and helpfulness from all over the world. And we've been blessed by this. So many times, and so many people have asked me a very powerful, simple question. How can we help? How can I help you? And it's sincere, and I sincerely appreciate it. But I've been thinking about this, and I'll close with this. How can you help? Right? Everybody asks, how can we help? How can we help? And most people, they want to do stuff to help. I understand that. Here's one answer. One really important way you can help me, and you can help any other people who are grieving when they're grieving, help yourself. That sounds crazy. It's not. Help yourself by doing this. You could even do it right after this service. Please do. That would be a blessing to me and my family. Think about the people in your life that you love, whether they're living in your house or not living in your house. Think about the people who you love and tell them that you love them. Tell them you appreciate them. Don't wait until a moment like this to say nice things about the people that you love. It's too late. When you lose them, to tell them what they mean. Be bold. Tell people that you love them. I'll end with this. Finally, really end with this. I trade everything away to have my mother and my father back. That's not how it works. That's not life. All the lessons he taught me were true. But now that has to live on in the next generation. I think about what all the Achan said. He's up there with his beloved. My mother loved flowers. She would have been jealous right now. But right now, I believe my father is in heaven, and he is with his beloved wife. And I can hear now the sweet first words she says to him after all these years. Did you eat? Well, Artie, we miss you, and we love you, and we'll see you soon. Jason, thank you. We're going to begin the service, and before that, we have our most respected Rajan Achan, Sekar Rajan Achan is here. We had to finish everything by 10:45. Achan is going to talk to us, just for 1 minute, and then we will begin the service. Thank you, Achan. Members of the grieving family and respected Achans and fellow friends. As you all heard, I am given only 1 minute. In 1 minute, I don't know what to say. But anyway, I have to remind you just one thing in 1 minute. That one thing is what Mr. Mathai is telling you right now from his coffin. In the tradition of the Orthodox Church, as we say farewell to a person, there are several songs and several prayers in the book that I am holding now. And one of the prayer towards the end of the ceremony goes like this in Malayalam. Prarthanayil menmel enne orpin enne marannidayagarude. That is the only thing I want to remind you at this particular time. That particular song says, remember me in your prayers and don't ever forget me. That with that one word of prayer I conclude. I think I didn't take more than 1 minute. May the soul rest in peace, and may the grieving family be comforted by our Lord God Almighty. Thank you very much, Achan, for giving me this opportunity. Thank you, Achan. We're going to begin the service. I just want to say one word to say goodbye to Mr. Mathai Thengambalil. This family, I know them for about more than 20 years. I know the children, grandchildren,
Especially at this moment, I am thinking of the smiling face of his loving wife, Rachel Andy. They both come to the church. As soon as we finish the service, they'll be standing outside waiting for me. We always had a little talk, a little joke, and that was an amazing thing. But recently, especially when we went through this COVID time, we usually talk on the phone for sometimes I talk for hours. Anytime I call him, he answers the phone. If he doesn't answer the phone, he'll call me back in a few minutes, and we'll be talking. And I was, learning from him many things. I went through my retirement, and he was helping me because, we both have the same retirement system. Anything out of the whole universe, if you ask him, he'll give you an answer. Regardless, that is space, that's military, army, cooking, anything, you can talk to him. He was a good friend to me. The last call, I was calling him about 2 weeks ago, and he called me back in 15 minutes, and he said, Achan, I'm not feeling good because I have a severe headache. Then that conversation was about, maybe I can say about 3 minutes. Then after that, I got a call from Jason telling that, he's in the hospital. So I rushed to Montefiore. When I went over there, like Jason said, what a death with dignity. When I walk in with my wife, I saw he is moving slowly to the heavens. And Jason and Jacob, they're holding his hands. And when I went over there, I started praying for healing the sick. Then I realized that, being a doctor, he told me, Achan, he'll be going any time. So I stopped the prayers for healing. Then I started praying for a person undergoing death. He had a death with dignity. His both children holding his hands. His Achan standing by, holding his hands and doing the prayers. What a life. What a life. What else a person can get? And like Jason said, at this moment, he is here. Even though he's not physically alive, I can see his presence. I can see his wife's presence. With all that, we are going to send him to the hands of Abraham, Isaac, and Jacob. I really want to appreciate all this clergy and everyone who came together. We had to finish everything by 10:45. The cops will be here to escort us. And we had to strictly keep this COVID restrictions. We are not out of capacity. We can have about 60 people inside. But if you really want to leave, paying your last respect, that will be great. And if you want to stay, please stay. We're going to begin the service. Really want to thank Joy Achan, Rajan Achan, and Ebi Achan, and everyone. Thank you. We're going to start this service. Once the service begins, everything will be finished, and then we'll be going to the cemetery. Thank you. First. രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുണമേ നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നാൾ നിൽക്കണമവർ വലഭാഗത്തിൽ ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ടിൻ ലോകങ്ങളിലും എന്നുവന്നേക്കും ചെറിയപ്പെടുമാറാകണമേ. ആമീൻ. ബറഖുമോർ ദൈവമായ കർത്താവേ, താൽക്കാലികമായി ജീവിതത്തിൽ നിന്നായി ഇപ്പോൾ വേർപെട്ട ഈ വ്യർത്ഥ ലോകത്തിൽ നിന്നായി യാത്രയായിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ആത്മാവ് പുനരുത്ഥാനത്തിൻ്റെ നാൾ വരെ ആശ്വാസവും സന്തോഷവും ആനന്ദവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധ മാലാഖമാരാൽ നയിക്കപ്പെടുവാനും അവിടെ വെച്ച്
മുഖപ്രസന്നതയോടുകൂടെ നിന്നെ എതിരേൽക്കുവാനും സംഗതിയാക്കണമേ. മോഹൻ വാലോഹാൻ ലവൽമേ. ആമീൻ. മൃതനെ പോൽ ഞാൻ വിസ്മൃതനായി, ഹാലേലൂയ. പാഴ്പാത്രം പോലായി ഞാൻ, ആളുകളേറ്റം എനിക്കെതിരായി, ഹല്ലേലൂയ. ആലോചിക്കുന്നതു കേട്ടേൻ, എന്നാത്മമെടുക്കാൻ അവരൊത്തു, ഹാലേലൂയ. നാഥാ ശരണപ്പെട്ടേൻ നിന്നിൽ. ചൊന്നേൻ നീതാനൻ ദൈവം, ഹാലേലൂയ. നിൻ കയ്യിൽ താൻ കാലങ്ങൾ പാർക്കുമോ. മനോലം വാദാമനോലം വൽമീനാമീൻ. സത്തമനേ കരുണാപൂർണ, വിധിയിൽ കരുതേ നിന്നടിയാർ തിരുമുൻപിൽ ജയമാർന്നോന വിധി ചെയ്യല്ലേ നീ അവരെ കർത്താവേ. അവരെ അൻപാൽ ജീവിപ്പിക്കണം നിന്നെ ഞങ്ങളിതാ വാഴ്ത്തിയിടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. കരുണവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും കുറഞ്ഞു പോകാത്ത ആരാധനയും എന്നാളും ഇടപെടാതെ കർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. Glory to the Creator of the souls and the Maker of the bodies, the hope of those who are made, and the trust of those who are created, the raising to life for those who are in the graves, and the resurrection of those who are fallen asleep, the consolation of those who are sad, and the joy of those who are mourning, and gladness of those who are lamenting. To him be fit glory and honor at this time of the funeral of his servant, and all the days of our lives forever and ever. Lord, the eternal light, abundantly gracious and truth, light and life, and the source of immortality, creator of all, the one who sets the world and its changes in order, who is terrible, glorious in his commandment, and long-suffering and merciful, before whose divine vision secrets do not remain hidden. The depth of thoughts and the meditation of the heart are revealed and manifest before you. Your judgments are incomprehensible, and your ways are inscrutable. You did send your beloved Son Jesus Christ to the world in order to abolish death and to destroy the rat dragon which kills man. He preached life and immortality to every soul that was willing to listen. By your commandment we are sent away from this world of sufferings to the glorious, and before you, O Lord Almighty and the ruler of both worlds, we offer up supplication and petition at the time of the funeral of your servant who has separated and left from the sojourn, that you may receive his soul through your gentle angels, who takes it and makes it to dwell in the heavenly abodes. Deliver, O Lord, his soul from the grasp of evil spirits. Rescue it from the violence of the enemy. May the hosts meet it like those which surround the devotees of your name, and those who do your will. Remit his sins completely by your love for humanity. Blot out his offenses perfectly by your loving kindness. Send your help for his journey manifestly. Stretch out towards him your right hand full of grace, that he may be drawn out of the whirlpool of second death. Support him by your invisible power. Rescue him from the terrible passages of demons. Do not condemn him for his transgressions, for all are guilty before you. O Lord, have pity on the weakness of our nature. In him and in us, remember your divine name that has been invoked upon us, and your abundant mercies. May the venerable passions of your only begotten Son, for the salvation of our race, intercede on our behalf. Make your mercy and grace dawn upon him,
May the victorious cross in which he believed become for him a pillar of light that makes him to dwell among the congregation of your saints. May your loving kindness manifest in him, that Satan, the enemy of our race, may be put to shame as his evil desire was not fulfilled. Be to his your servant, O Lord, fortress, guide, and guardian, and helper, until he reaches the blessed abodes of those who fear your name. May he rejoice there in your eternal glory, and may he forget his grief, sorrows, and afflictions, and rejoice in the bosom of Abraham. Make us all your worshippers, prepared for all these things, that with pure and pleasant life, free from sins, we may, with a peaceful departure, which is not subdued by evil hosts of darkness, look at us with merciful eyes, O Lord. Comfort those who are mourning, console those who are in sorrow, gladden the faces of those who are sad, remove tears and sorrow from those who glorify you. Be the hope and the trust to everyone, everywhere, according to his need. Grant, O Lord, by your grace which upholds all of us, rest with the saints in the blessed abodes, to all our parents and brethren and leaders who have already set on journey toward you, in the hope of your Christ, and looking for his great and glorious revelation. We also are looking for meeting him with confidence, without shame, that all of us who remain here and the servants already departed and redeemed by your lordship may be held worthy to glorify and exalt your adorable and incomprehensible name in your eternal kingdom, O Lord, and your only begotten Son and your Holy Spirit, now and always, forever and ever. Hosho Bhula Subhan Lol Min. Amen. Barakim or Menarun Kabilu Zoedo Kudosho. Shukana to he batraikhan ol melo lam ol mi. Lam Ol Mi. ആമേൻ. മരണം പ്രാപിച്ചഴുകിപ്പോയോ നാം ലാസറിനെ കബറിന്നാഹ്വാനം ചെയ്ത സ്രഷ്ടാവിന്നാജ്ഞ ധ്വനിയുത്ഥാന മഹാദിവസേ മൃതരെ ഏറ്റിച്ചേർക്കും യോശാഫാത്തെന്ന സാനുസ്ഥാനത്തിൽ അർജനിരിക്കും ത്രോണോസിൽ സത്യവിധിക്കായി തലമുറകൾ വന്നെത്തിയിടും. നാഥ സർവേശ എന്മേലെന്നാളിൽ കാരുണ്യം ചെയ്യണം നീ, പ്രാണപ്രദനല്ലോ. ബറഖുമോർ കാരുണ്യവാനായ കർത്താവേ, നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധധൂപത്തെ ഞങ്ങൾ അണയ്ക്കുകയും നിന്റെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചുക്കളുടെ കഠിനമായ ബന്ധനങ്ങളിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യരുമായ ശത്രുക്കളിൽ നിന്നും ഈ നിന്റെ ദാസന്റെ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ, ഈ ആത്മാവ് യാത്ര ചെയ്ത് നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണങ്ങളിലും ചെന്ന് ചേരുവാൻ തക്കവണ്ണം ഞങ്ങളിലുള്ള നിന്റെ മഹാകരുണയാൽ നീ സംഗതിയാകണമേ. മോരൻ വാലോഹാൻ ധന്യൻ മഷിഹാവാക്കാൻ മൃതരെയുയർപ്പിപ്പാൻ തൻ കൽപ്പന പാലിച്ചോർക്കായി തേജോ വസ്ത്രം നൽകിയിടും അവനെ രാജ്യത്തെതിരേൽപ്പാൻ അവർ മേഘങ്ങളിലേറി വരും. അവനാനന്ദത്തോടാർക്കും വന്നേറി കൈക്കൊണ്ടിടുവിൻ കൽപ്പന കാത്തോർക്കായി മുമ്പേ താതൻ കരുതിടുമാരാജ്യം. മാമോദിസാനീരിൽ നിന്നും മാഷിഹാതൻ റൂഷ്മായേറ്റോരെ മൃതരെ വഴി നിങ്ങൾക്കുണ്ടാശേപ്പൻ മൃതിലോകത്തിൽ ധീരതയും പ്രത്യാശയതും പ്രാപിപ്പിൻ. ഉയിരോടെഴുന്നേൽക്കും
ഞങ്ങൾക്കേടേതും തീണ്ടിടാതെ കല്ലറയുന്നു പറുദീസ പൂകാൻ വാസരമാസന്നം പാർക്കുമോ. ധന്യൻ പോലോ സ്നേഹാചൊന്നേവം കേട്ട് മൃതരെ ഓർത്തിട്ടഴ നിങ്ങൾ കരുതൻ ആശിച്ചിടും നിൻവാനിൽ കാഹളനാദത്താൽ മൃതരെല്ലാരും എഴുന്നേൽക്കും. താൽക്കാലികമാമീ ഗാത്രം നിത്യതയെ പ്രാപിച്ചിടും തനതുവെഴുന്നേൽക്കും കേടില്ലാതുത്ഥാനത്തിൽ വന്നാളിൽ പോലും വാദാമിൽ പോലും വൽമീനാമി വർഷിക്കട്ടെ തീച്ചുളை ബാലന്മാരിൽ വീഴ്ത്തിയ ജീവപ്പാനി നീര മൃതിലോകത്താകുലമേറും ഭവനങ്ങളിൽ മരുവന്നോരിൽ നിന്നഭയത്തിൽ നേദ്രീതരാം ദാസൻ മാതൻ പീഴ പോക്കിട്ടവകാശം നൽകിയിടണം ശാശ്വത സുസ്ഥിര രാജ്യത്തിൽ. നിൻ ശരണേ മൃതനാം ദാസനുത്ഥാനം നവ്യത നൽകട്ടെ. ഇതു മൃതിയിൻ ദിവസം വേദനയിൻ ദിവസം പരിദേവന ദിവസം കടുദിവസം നാഥ നൽകണമാശ്വാസം. ഏവരും ഒരുപോലെ മൃതി നുകരണമെന്നാൽ യൗവന മൃതി കൈപ്പാൻ കഠിനതരം നാഥ നൽകണമാശ്വാസം. സകലമർത്തിടുമാമൃതി മുന്നറിവന്യേ സത്വരമെത്തുകയാൽ ഇവനുദ്ധാനത്തിൽ നൽകണമാശ്വാസം. സഹജൻ രക്ഷിക്കാൻ സ്നേഹിതനുദകീടേവം നിബിവചനം ക്രിയയാൽ നിറവേറി തുണനാഥ ചെയ്യുക. മൃതരാമുറ്റോർക്കായി കഷ്ടപ്പെടുവാനും നാശകനാം മൃതിയെ ചൊല്ലിക്കരയാനും ബാധ്യതയുണ്ടേവനും. നാവുകളിൽ നിന്നെല്ലാം സ്തോത്രം കർത്താവേ, നിന്നാൽ മൃതരുയരും സ്വർഗം നേടിയിടും സ്തോത്രം പാടിയിടും. ധന്യൻ ചൊൽകട്ടെ നിദേവം. നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരം ഉപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം തൊട്ടവസാനിപ്പിപ്പോ ധന്യൻ. പരിശുദ്ധനായ പൗലോസ്ലിയ കോരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് ആഹായി പാറയ്ക്കുമോ. ശ്ലീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. നീതിയോടെ ഹൃദയത്തെ ഉണർത്തുവീൻ, നിങ്ങൾ പാപം ചെയ്യരുത്. ചില ആളുകളിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവേ ഇല്ലാതിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കുവാനായിട്ടാകുന്നു ഞാൻ പറയുന്നത്. നിങ്ങളിൽ ഒരുവൻ മരിച്ചവർ എങ്ങനെ പുനരുത്ഥാനം ചെയ്യുമെന്നും ഏതേ ശരീരത്തോടുകൂടി വരുമെന്നും ചോദിച്ചേക്കാം. ഫോഷ, നീ വിതയ്ക്കുന്ന വിത്ത് ക്ഷയിക്കുന്നില്ലെങ്കിൽ മുളയ്ക്കുന്നതിനല്ല നീ വിതയ്ക്കുന്നത്. ഉണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല, ഗോതമ്പിൻ്റെയോ യവത്തിൻ്റെയോ മറ്റേതെങ്കിലും ധാന്യത്തിൻ്റെയോ വെറും മണി മാത്രം. എന്നാൽ ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റേതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യൻ്റെ ശരീരം ഒന്നേ, മൃഗങ്ങളുടെ ശരീരം മറ്റൊന്നേ, പക്ഷികളുടെ ശരീരം വേറൊന്നേ, മത്സ്യങ്ങളുടെ ശരീരം വേറൊന്നേ. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗീയരുടെ തേജസ് ഒന്നേ,
ഭൗമികരുടെ തേജസ് മറ്റൊന്ന്, സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റെ തേജസ് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്രകാരം തന്നെയാകുന്നു മരിച്ചവരുടെ പുനരുത്ഥാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉത്ഥാനം ചെയ്യുന്നു. ഹീനമായി വിതയ്ക്കപ്പെടുന്നു, മഹത്വത്തോടെ ഉത്ഥാനം ചെയ്യുന്നു. ബലഹീനതയോടെ വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ ഉത്ഥാനം ചെയ്യുന്നു. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉത്ഥാനം ചെയ്യുന്നു. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദാം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദ്യം ആത്മീയനല്ല, ഭൗതികനാണ് ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ടവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവുമാകുന്നു. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെ ഇരിക്കുന്നുവോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും സ്വർഗീയരും. ഭൗമികന്റെ സാദൃശ്യം നാം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും നാം ധരിക്കും. എന്നാൽ തൻ്റെ സഹോദരന്മാരെ, ജീവരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അർഹിക്കാവുന്നതല്ല, നശ്വരമായതിനെ അനശ്വരതയെ അർഹിക്കാവുന്നതല്ല എന്നും ഞാൻ പറയുന്നു. ഇതാ ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളമൂതുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയമായി പുനരുത്ഥാനം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്തെന്നാൽ നശ്വരമായതേ അനശ്വരതയും മർത്യമായതേ അമർത്യതയും ധരിക്കുവാൻ പോകുന്നു. ആഹായ് പാറയ്ക്കുമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രീതിപ്പെട്ടിടണമേ അടിയാനിൽ, ഏറും കൃപയാൽ ഇവനെ രക്ഷിക്കാം. ഹല്ലേലൂയ. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. ബാറക്കുമാർ സ്ലോമോ ലകുലകൂൻ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. Evangelion kadishod moranesim siho korsoso magioniso men Yohanon sliho magrasono magresai purokono lolmo. വന്നവനും വരുവാനിരിക്കുന്നവനാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Sevenohakil dan the Brno said morn valuhan purokodilane siho Melsodadal Udespasar Mensel Toka Disok Mariam Holendin Hoka Nahava. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. Then Jesus answered and said to them, Most assuredly I say to you, the Son can do nothing of himself, but what he sees the Father do. For whatever he does, the Son also does in like manner. For the Father loves the Son and shows him all things that he himself does. He will show him greater things than this, that you may marvel. For as the Father raises the dead and gives life to them, even so the Son gives life to whom he will. For the Father judges no one, but has committed all judgment to the Son, that all should honor the Son, just as they honor the Father. He who does not honor the Son does not honor the Father who sent him. Most assuredly I say to you, he who hears my word and believes in him who sent me has everlasting life and shall not come into judgment, but have passed from death into life. Most assuredly I say to you, the hour is coming, and now is, when the dead will hear the voice of the Son of God,
and those who hear will live, and the Father has life in himself. He has granted the Son to have life in himself, and has given him authority to execute judgment also, because he is the Son of Man. Do not marvel at this, for the hour is coming in which all who are in the graves will hear his voice and come forth, those who have done good to the resurrection of life, and those who have done evil to the resurrection of the condemnation. Barak Marushayno Lakulakun. പരക്കുമ്പോൾ നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടി യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ ക്രിയലായസോനെന്ന് ഏറ്റു ചൊല്ലണം. ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനും മരണത്തിന്റെയും യോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജടങ്ങളുടെയും ദൈവവുമായ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നരുളി ചെയ്തവനായ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്ന ഏവന്റെയും മരണഗതി കാലിൽ തുടങ്ങി തലവരെ എത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായ തന്റെ മനുഷ്യാവതാരത്തിൽ കൽപ്പിച്ച് ക്രമീകരിച്ചവനായ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ ആകൽക്കരസായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരൻ്റെ ആത്മാവിനെ നീ രക്ഷിച്ച് സ്വർഗീയ യെരൂശലേമിൽ എത്തിക്കുമാറാകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരോട് ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യത്തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുത്ഥാനത്തിന്റെ പ്രകാശരശ്മികളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ഏറ്റുകൊള്ളണം. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. Now we are coming to the last part of the service. Before we cover the face and continue with the last things, anybody who really want to see him and pay respect one more time, please do that. Then after that we will be covering the face and continuing the service. The family, friends, anyone, if you want to, please come and join with us. വത്സലരേ അരികിൽ വരിൻ ശ്ലോമോ തരുവിൻ, പ്രാർത്ഥിച്ചിടുവിൻ. സങ്കടകീർത്തനമൻ പേർക്കായി പാടിടുവേ. പാതാളകവാടത്തിൽ ബന്ധിച്ചെന്നെ മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോ ചുറ്റും പാർത്തേൻ തുണ ചെയ്യുവാൻ വന്നില്ലാരും. വിളികോട്ടും നോക്കാം വെളിവാകും നാഥാ, നിന്റെ വിഗമാം വലഭാഗേ നിർത്തണമെന്നേ. വത്സലരേ സത്യം ഭയമാർന്നീ
കഠിന ഭയത്താൽ എന്നകതാരിളകിടുന്നു. സങ്കടപൂർവം ഭുവന നിവാസികളെ ശുഭമൊടുവാണിടുവിൻ. ലോകമയന്മാർക്കില്ല ഗുണം കാലം മൂലം. എന്റെ ഗണക്കെല്ലാം സർവരഹസ്യവിദേശൻ വൈരൂപ്യം സുമുഖ കേകും മൃതിയേ നീ സ്നേഹിതനോടു മോദിപ്പോനെ ഖേദിപ്പിക്കും. മോദിപ്പിക്കും നാഥൻ ധന്യൻ. വത്സലരേ ദൂരത്തെന്തിനു നിൽക്കുന്നൻ അരികിൽ വരിൻ സ്വമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ. ബറഖുമോർ തന്റെ ദൈവീകമായ കൽപ്പനയാലും കർത്താവിൻ്റെ ഇഷ്ടപ്രകാരവും ഈ സഹോദരനെ ഈ താൽക്കാലികമായ ജീവിതത്തിൽ നിന്ന് യാത്രയാക്കി ഞങ്ങളുടെ ദൈവമായ മിശിഹാതമ്പുരാനെ നിന്റെ സന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം നീ ഇവന് അയച്ചു കൊടുക്കണമേ. ഇവൻ്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരം ആയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ പാളയങ്ങളിൽ നിന്നും ഈ നിന്റെ ദാസൻ രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടെയുള്ള ആനന്ദത്തിലേക്ക് ഇവനെ നീ ആനയിക്കണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള വിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്നരുളി ചെയ്ത പ്രകാരം കർത്താവേ ഇതാ ഇപ്പോൾ നിന്റെ തിരുവിഷ്ടം ഈ നിന്റെ ദാസനിൽ നിറവേറിയിരിക്കുന്നു. കബറിൽ പോകിടുമതിവീരൻ തന്നധികാരം ചെയ്യും, വിസ്മയമാശ്ചര്യം കൂറും ദൂതന്മാർ ചേരും,
ചിതറിയൊരല്ലഖിലം നേടും തേജസ്സാത്മാവൊടുതനുവും നാശം കൂടാ ദുയിരേൽക്കും സ്തുത്യൻ മാതാമറിയാൻ സോദരനാകല്ലോ സർജെന്നാലും ജീവൻ കൽപ്പിച്ചാൻ നീചൻ നപ്പോളിയായിരോ സുത ജീവിച്ചാൽ മൃതരന്ത്യത്തിൽ ജീവിക്കും നിന്ന വാനത്താൽ മൃതസങ്കേതേ മൺമയന ആദാമോടായി നിയമം തള്ളിയ മൺമയനെ ഖേദിക്കേണ്ട നീ മൃതിയും ജീവനുമേകീടും ദൈവസുതൻ ഞാനെന്നോദിയ ബഹുബലവാനാം സ്വർഗീയൻ സ്തുത്യൻ ചാടുമോർ. അവൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവ് വരും, മൃതരെ ഉയർപ്പിക്കും, ശരണം നൽകും സകല പരേതർക്കും. കർത്താവിന്റെ ഭവനങ്ങളിലേക്ക് നാം പോകുന്നു. നിങ്ങളിൽ നിന്ന് പ്രിയരെ പിരിയുന്നേൻ സ്വീകരണം ഞാൻ നേടാൻ അർത്ഥിപ്പിൻ. കോഴയതന്യേ ദുഷ്ടനശിഷ്ടനെയും കൊണ്ടിക പോകും പ്രതിവച്ചോൻ ധന്യൻ. ഒരു നിമിഷം കൊണ്ടുടയോനെ മൃതരെ ജീവിപ്പിക്കും നിൻ വരവധി കൂടം. എൻ കൃത്യങ്ങൾ ചിന്തിച്ചഞ്ചും നേൻ സ്വീകൃതനാവാൻ എൻ പേർ കർത്തിപ്പിൻ. എന്നേക്കും ശ്ലോമോ നൽകിടുവിൻ ഓർക്കിൻ പ്രിയരേ എന്നെ പ്രാർത്ഥനയിൽ. പ്രതിയെ കഷ്ടം സാത്താനെ കഷ്ടം നിങ്ങളുടെ ഭരണം മഷികാമായിക്കും. മിന്നലുടെയോ അനാഗതനായിടും മൃതരെഴുന്നേൽക്കും സ്തുതിഗീതം പാടും. ശുഭമോട് പോവീൻ, വാതിലടച്ചിടുവിൻ, കർത്താവ് വരും, വാതിൽ തുറന്നു തരും. മരണം മായും സൃഷ്ടാവിൻ ധ്വനിയിൽ മൃതരെഴുന്നേൽക്കും സ്തുതിഗീതം പാടും. വേഗമുദിക്കും കർത്താവിൻ ദിവസം, മൃതർവീരേൽക്കും സംസ്കൃതരെഴുന്നേൽക്കും. ക്രോപകളാർക്കും ശ്രാപികൾ കുഴലൂതും പറുദീസാതൻ അവകാശി വരിക. ഈശോയെ സ്തോത്രം, മൃതൃക്കൈയിൽ ജീവൻ തിരുവിഷ്ടം. ആപൽസ്ഥാനം നീങ്ങിയ നിന്നൗക ആനന്ദത്തിൻ തിരുമുഖമാർന്നല്ലോ. കൃപ ചെയ്യണമേ നിൻ കൃപയാൽ എന്നിൽ ഞാൻ കാണണമേ നിൻ കൃപ നിൻ വരവിൽ. സഭയും സുതരും പ്രതിസുതറുഹായേ സ്തുതിഗീതത്തോടൊത്തു വണങ്ങിയിടും. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാന വരുവാനുമായ കർത്താവേ, നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി ബന്ധനത്തിൽ നിന്നെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ ശരണമേ നീക്കും നിനക്ക് സ്തുതി. ബാറയ്ക്കുമോർ. മേലുള്ള ഉയരങ്ങളിൽ സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീനരും മൺമേരുമായി ഞങ്ങളും സ്തുതിച്ചു പറയുന്നു. ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യ മക്കൾക്ക് നല്ല ശരണവും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. സർവശക്തിയുള്ള പിതാവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നിന്നെയും യേശുമശിയാകുന്ന ഏകപുത്രനായ ദൈവമായ കർത്താവേ, വിശുദ്ധ റുഹായോടുകൂടെ നിന്നെയും നിന്റെ സ്തുതിയുടെ വലിപ്പം നിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പിതാവിന്റെ വലത് ഭാഗത്ത് മഹത്വത്തോടെ ഇരിക്കുന്നവനെ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു, വിശുദ്ധ റുഹായോടുകൂടെ യേശുമശിഹായ നീ മാത്രം പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനുമായ കർത്തവ്യമുള്ളവനാകുന്നു. കാലമൊക്കെയിലും നേരമൊക്കെയിലും ഞങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയും നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യത്വമുള്ളതുമായ നിന്റെ തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. തിരുനാമത്വമുള്ളതും നീ എന്നേക്കും മഹത്വങ്ങളിൽ പ്രാബല്യമുള്ളവനുമാകുന്നു. നിനക്ക് സ്തുതി യോഗ്യമാകുന്നു, മഹത്വം നിനക്ക് യുക്തമാകുന്നു. സകലത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ, നിനക്കും ഏകപുത്രനും ജീവനുള്ള നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും പുകഴ്ചയാകുന്നു. ബാറക്കുമോർ. ബാറക്കുമോർ. വാത്സല്യ സഹോദരങ്ങളെ, പരസ്പരം ആശ്വസിപ്പിക്കുവിൻ, അന്യോന്യം ധൈര്യപ്പെടുത്തുവിൻ. മരിച്ചവരുടെ ശവസംസ്കാരത്തിൽ നീതീകരണം പ്രാപിക്കുവിൻ. മൃതനിൽ നിന്ന് കരുണ പിൻവലിക്കരുത്.
വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള കൽപ്പനയനുസരിച്ച് വിശുദ്ധ സഭയുടെ മക്കൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ആ ദൈവീകമായ തിരുവെഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവ് തൻ്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കട്ടെ, നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കട്ടെ. ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശുമിശിഹ നിങ്ങൾക്ക് ഉത്തരമരുളും. ഐശ്വര്യപൂർണമായ നിൻ്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകും. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിന് മുമ്പ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുവീനെന്ന് അരുളി ചെയ്യുന്ന സന്തോഷകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങൾക്കും സംഗതിയാക്കട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെ വാങ്ങിപ്പോയവരുടെയും തൻ്റെ ശരണത്തിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന മിശിഹായുടെ ഈ ദാസൻ്റെയും പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവ് ഇവനെ തൻ്റെ വലത്ത് ഭാഗത്ത് വിളിച്ചു നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവൻ്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഇവൻ്റെ വാസവും ആനന്ദവുമായി തീരട്ടെ. ദൈവമാതാവായ മറിയാമിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലും ഇവയൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാറയ്ക്കുമോർ ദൈവം തൻ്റെ ശരണത്തിൽ പ്രാപിച്ചിരിക്കുന്ന തൻ്റെ ദാസനും ആരാധനമാകുന്ന ഇവനെ കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന്മേൽ ദൈവത്തിൻ്റെ കരുണ എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും ചെയ്യുമാറാകട്ടെ. The funeral service is over. Now we had to take the body to the brick church cemetery. We have the gentleman from the Higgins funeral home. They will be explaining us, how we have to do the procession and everything. Let me hand over to them. Thank you. Ladies and gentlemen, that's this time. Once we line up our procession out, we'll be going to 221 Brick Church Road and procession to the cemetery at this time. Thank you. Thank you. Thank you. പ്രിയരേ, ഞാൻ പോകുന്നൻ പ്രിയന്റെ ചാരത്ത് പ്രാണനാഥൻ കൂടെ പാർത്തിടുവാൻ. പ്രാണനെ തന്നവൻ തിരികെ വിളിച്ചപ്പോൾ പറ്റില്ലെന്നോതുവാൻ ആവില്ലല്ലോ. പരനേശുവിൻ മുഖം കാണാൻ കൊതിച്ചു പരലോകം പ്രാപിപ്പാൻ പോകുന്നീതാ. പതരല്ലേ കേഴല്ലേ എന്നെ ചൊല്ലി നിങ്ങൾ പരിതാപം കാട്ടലേ സാധനോട്. പാരിയിലേക്കുള്ള കാലം കഴിഞ്ഞപ്പോൾ പറുദീസ പോകാൻ പോകുന്നു. പ്രതികൂലവേശാതെ നിത്യവേദം പോകാൻ പ്രാർത്ഥി